ഈ പുസ്തകമൊക്കെ വായിച്ചിട്ട് എന്തിനാ? അതിന് സർക്കിട്ട് തന്നെ പോകണം. കുറെ നാടുകൾ കാണണം, അവിടുത്തെ ആൾക്കാരിൽ നിന്നൊക്കെ പഠിക്കണം. ഇക്കണ്ട കാടും മേടും ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യർക്ക് വേണ്ടി. നമ്മളിതാ വേറൊരു വേൾഡിലെത്തി എന്ന് തന്നെ പറയാം. കാരണം അത്രയ്ക്കും അതിമനോഹരമായ ഒരു റൂട്ടാണിത്. ഈ കാണുന്നത് കണ്ടോ, ഇത് മൊത്തം പനകളാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഈ ഒരു പ്രദേശം മൊത്തം ഏക്കർ കണക്കിന് ഈ പനകൾ തന്നെ കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ അതുപോലെ ആനശല്യം കൂടുതലാണ്. ആനകളെയും സ്പോട്ട് ചെയ്യാൻ ചാൻസ് വളരെ കൂടുതലാട്ടോ ഈ റൂട്ടിൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റൈഡ് അതിരപ്പിള്ളി, വാഴച്ചാൽ, മലക്കപ്പാറ, വാൽപ്പാറ, പൊള്ളാച്ചി, ചിന്നാർ, അങ്ങനെ മൂന്നാർ കൂടി നമ്മൾ തിരിച്ചു വരും. ടോട്ടൽ ഒരു 500 കിലോമീറ്റേഴ്സ് റൈഡാണ്. 500 കിലോമീറ്ററോളം ഇന്ന് വലിയൊരു ദീർഘയാത്രയാണ്. അപ്പോൾ ഈ റൂട്ടിലുള്ള റൈഡിങ് എക്സ്പീരിയൻസ് അത് വേറെ തന്നെ ഒരു ഫീലാണ് കേട്ടോ. കാരണം എന്താ പറയുക, അതും ഏർലി മോർണിംഗ് ഒക്കെ ആണെങ്കിൽ അടിപൊളിയാണ്. ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ പുഴയുണ്ട്, സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നില്ല. കുറച്ചുകൂടി അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. പക്ഷേ ഈ റോഡ് ഭയങ്കര മോശമാണ്. പക്ഷേ അതൊന്നും നമ്മളെ അതൊന്നും ഫീൽ ചെയ്യിക്കില്ല. കാരണം ഈ റൂട്ടിലെ കാഴ്ചകളും ആ ഭംഗിയും അതൊക്കെ കാരണം റോഡൊന്നും നമുക്കൊരു വിഷയമല്ല, നമ്മൾ ശ്രദ്ധിക്കുകയില്ല. റോഡ് കാര്യം നല്ല രീതിക്ക് മോശമാണ്, മൊത്തം കുണ്ടും കുഴിയൊക്കെയാണ്. പക്ഷേ നമ്മളതൊന്നും കാര്യമാക്കാണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. കണ്ടോ ലെഫ്റ്റ് സൈഡിൽ കണ്ടോ, മേഘങ്ങളെല്ലാം മഞ്ഞ് കോടയൊക്കെ കയറി മലകൾ നിൽക്കണ നോക്കി, എന്താ ഭംഗി, ഒരു രക്ഷയില്ല. ആ പുഴ ഇപ്പോൾ അത്യാവശ്യം വിസിബിളായി തുടങ്ങി, ഇപ്പം കാണാൻ പറ്റുന്നുണ്ട്. കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് നല്ലപോലെ കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ബ്രൗൺ കളറാണ് വെള്ളം. പക്ഷെ എൻ്റെ പൊന്നോ, ആ മല നോക്കിയേ, നേരെ കാണുന്ന മല ഒരു രക്ഷ. അതിൽ മൊത്തം അവളെ ഭാഗത്ത് ഫുള്ള് കോടയാണെന്ന് കേട്ടോ തോന്നുന്നത്. പക്ഷെ എന്താ ഭംഗി, വാട്ടറിന് നല്ല ബ്രൗൺ കളറാണ്. അവിടെ എന്തോ കിടക്കുന്നുണ്ടല്ലോ, എന്താണെന്ന് അറിയില്ല. കാറ്, വണ്ടി. പക്ഷെ എൻ്റെ പൊന്നെ, ഒരു കാറ് കത്തി നാശമായി കിടക്കണം കേട്ടോ. ഈ റൂട്ട് നമുക്ക് എന്താ പറയുക, ഒരു സ്കേറി ഫീൽ, എന്തൊക്കെയോ നിഗൂഢതകൾ, എന്താ പറയുക, എന്തൊക്കെയോ നിഗൂഢതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു റൂട്ട് എന്ന് പറഞ്ഞ ഒരു വഴി, അങ്ങനത്തെ ഒരു ഫീലാണ് കേട്ടോ. എൻ്റെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണിത്. നമ്മളിപ്പോൾ അതിരപ്പള്ളി എത്താറായിട്ടോ. ഇനി വളരെ കുറച്ചുകൂടി, ഇതാണ് ഇവിടുത്തെ ലാസ്റ്റ് പമ്പ്. ഈ പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ചില്ലെങ്കിൽ പണി കിട്ടും. പിന്നെ ഇനി കിലോമീറ്ററോളം കഴിഞ്ഞിട്ടാണ് പെട്രോൾ അടിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഈ വാഴച്ചാൽ ഒക്കെ റൂട്ട് കയറി കഴിഞ്ഞാൽ ഒരു 50 കിലോമീറ്ററോളം ഫുൾ ഫോറസ്റ്റാണ്. അപ്പോൾ ഫ്യൂവൽ ശ്രദ്ധിക്കുക, ഫ്യൂവൽ ഫുൾ ടാങ്ക് അടിച്ചിട്ട് മാക്സിമം ഈ റൂട്ട് കയറുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. കാരണം വഴിയിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ ഇനി ഫുൾ ഫോറസ്റ്റ് ആയിരിക്കും. അങ്ങനെയൊക്കെ പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ്, നമ്മൾ ശരിക്കും ഒരു ദിവസം തന്നെ അങ്ങോട്ട് പോകും. അതുമാത്രമല്ല, നല്ല ആനേനെയൊക്കെ സ്പോട്ട് ചെയ്യുന്ന ഏരിയയൊക്കെ ആയതുകൊണ്ട് നല്ല ഡേഞ്ചറാണ്. അപ്പോൾ ഫ്യൂവലിൻ്റെ കാര്യം മറക്കാതെ എല്ലാവരും ശ്രദ്ധിക്കുക, ഈ റൂട്ട് വരുന്നവർ. അപ്പോൾ നമ്മളിനിയിപ്പോൾ അതിരപ്പള്ളി എത്തിയിട്ടോ, ഇവിടെ എത്തി. ഇനിയിപ്പം ഒന്ന് കയറിയിട്ട് പോകുന്ന ഓർത്താണ്. വാട്ടർഫാൾസ് ഇപ്പോൾ അത്യാവശ്യം വെള്ളം ഉണ്ടെന്ന് തോന്നുന്നു, ഒന്ന് കണ്ടിട്ട് പോകുന്ന കരുതിയാണ്. നമ്മളങ്ങനെ അതിരപ്പള്ളി വെള്ളച്ചാട്ടം കാര്യങ്ങളെല്ലാം കണ്ടു. അത്യാവശ്യം ഏർലി മോർണിംഗ് ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. മേളിൽ നിന്ന് വെള്ളച്ചാട്ടം കാണുന്നതിന് എനിക്കിഷ്ടപ്പെട്ട താഴെ നിന്ന് കാണുമ്പോൾ ഉള്ളൊരു വ്യൂ ആട്ടോ, അത് ഒരു രക്ഷയില്ല, ഭയങ്കര ഭംഗിയായിരുന്നു. പിന്നെ കുറച്ച് ടൈം അവിടെ സ്പെൻഡ് ചെയ്തു, ഒരു 10-20 മിനിറ്റ് നിന്നിട്ടൊക്കെയാണ് പോണത്. പിന്നെ ആൾക്കാർ കൂടി വരും, നല്ല തിരക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ പിന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ പോണത് വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്കാണ്.
അങ്ങോട്ടുള്ളൊരു റൂട്ടാണിത്. ഈ റൂട്ട് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ടാവും. അതിമനോഹരമായ അത്രയും ഭംഗിയുള്ളൊരു റൂട്ടാണ് കേട്ടോ ഇത്. ഇവിടുന്ന് 7 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലേക്ക്. ഇതിൻ്റെ ഇടയിൽ ചെറിയ വെള്ളച്ചാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്, നമുക്ക് പോണ വഴിക്ക് കാണാം. അതുപോലെ തന്നെ വാഴച്ചാലിന് നേരെ മലക്കപ്പാറ, അതൊരു 50 കിലോമീറ്റർ അടുത്ത് ഡീപ്പ് ഫോറസ്റ്റിലൂടെ ഉള്ളൊരു റൈഡാണ്. അതാണ് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. അതിന് വേണ്ടി തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ഈ റൈഡ് തന്നെ. ചെറുതായിട്ട് വെയിലൊക്കെ തെളിഞ്ഞു തുടങ്ങി. എന്തായാലും ഈ വഴിയിലെ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് കണ്ടറിയണം. അത്ര ശരിക്കും ബൈക്ക് റൈഡേഴ്സ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു റൂട്ടാണിത്. ഒരിക്കലും മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു റൂട്ടാട്ടോ ഇത്. വണ്ടി സ്ലോ ആക്കുന്നുണ്ടല്ലോ, അവിടെ എന്തോ ഉണ്ടോ, ആ ഒരു കുഞ്ഞി കുരങ്ങ് തീരെ അവൻ എന്തോ റൂട്ടിൽ ഇവരിട്ട് കൊടുത്താണോ, ഇവർ ഫുഡ് കൊടുത്താണോ അതോ എന്താണെന്നല്ല, അവൻ എന്തോ പിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. തീരെ കുഞ്ഞാട്ടോ. എന്തായാലും ശരിക്കും ഈ റൂട്ട് നമ്മൾ ഒത്തിരി വലിയ സ്പീഡിൽ വെച്ച് പിടിച്ച് പോകാനൊന്നും പറ്റില്ല. കാരണം അവിടെയൊക്കെ ഫുൾ ടൈം എല്ലായിടത്തും മിക്കയിടത്തും തന്നെ ബോർഡ് കൊടുത്തിട്ടുണ്ട്, ആനിമൽസ് ഉണ്ട്, സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞ്. സ്പോട്ട് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഈ ആനയാണെങ്കിൽ പോലും ഇപ്പം അത്യാവശ്യം നേരം വെളുത്തു, ഏർലി മോർണിംഗാണ് വരുന്നതെങ്കിൽ കുറച്ചുകൂടി ഉറപ്പായിട്ടും ആനകളെയൊക്കെ സ്പോട്ട് ചെയ്യാം, നല്ല രീതിക്ക് സ്പോട്ട് ചെയ്യാൻ പറ്റും ഈ റൂട്ടൊക്കെ. നല്ല റൂട്ടായതുകൊണ്ട് തന്നെ നമ്മളറിയാതെ തന്നെ കൈ കൊടുത്തങ്ങ് കയറിപ്പോവും, കുറച്ച് സ്പീഡിലായിപ്പോവും. നല്ല റൂട്ടാണല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് ഈ ബോർഡുകൾ ഇതുപോലെ സ്ഥാപിച്ചേക്കുന്നത്. മൃഗങ്ങളുണ്ട്, വേഗത കുറച്ച് പോകണം എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് മാക്സിമം സ്ലോയിൽ പോവുക, വലിയ ഓവർ സ്പീഡിലൊന്നും പോകാതിരിക്കുക. നോക്കി സൈക്കിളൊക്കെ ചവിട്ടിക്കൊണ്ട് പോകുന്നു പുള്ളി. വാഴച്ചാലിന് ഇങ്ങോട്ട് തിരിച്ചു തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ എൻ്റെ പൊന്നെ, ഓരോരുത്തർ ഒരു ക്രേസ്, അതൊക്കെ വേറൊരു വൈബ് തന്നെയാണ് കേട്ടോ. സൈക്കിളിലൊക്കെ പോകുമെന്ന് പറഞ്ഞാൽ അതൊക്കെ അതിനൊക്കെ ഒരു മൈൻഡ് വേണം. സീനാണ്. എന്താ ഭംഗി. ഈ കൂടുതലും ഇല്ലികളാട്ടോ, ഇല്ലിയാണ് ഈ സൈഡിലെല്ലാം. അത് നിൽക്കുന്ന കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇനി ഇവിടുന്ന് കുറച്ചുള്ളൂ എന്ന് തോന്നുന്നു, വാഴച്ചാലിലേക്ക് അധിക ദൂരം ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. ടോട്ടൽ 7 കിലോമീറ്റർ ആണല്ലോ. കുറച്ച് നമ്മളിന്ന് പോകുന്നു. സ്പേസ് കുറവാട്ടോ ഈ റൂട്ടിൽ. ശരിക്കും സ്പേസ് നല്ല രീതിക്ക് കുറവാണ്. ഒരു വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒതുക്കാൻ ശരിക്കും 2 കാറുകളൊക്കെ ആണെങ്കിൽ പോലും റോഡിന് വീതി ഭയങ്കര കുറവാണ്. കുറച്ചെങ്കിൽ ഉള്ളിലോട്ട് കയറി വന്നു കഴിയുമ്പം നല്ല രീതിക്ക് സീനാണ്. നമ്മളങ്ങനെ ചാർപ്പ വെള്ളച്ചാട്ടം എത്തിട്ടോ. അത്യാവശ്യം വെള്ളമുണ്ട്. നമ്മളങ്ങനെ ചാർപ്പ വെള്ളച്ചാട്ടം കണ്ടു. അത്യാവശ്യം നല്ല വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ കണ്ട മുഖമല്ല, ഇവന് മറ്റൊരു മുഖമുണ്ട് എന്നുള്ളതും സത്യമാണ്. കാരണം അത്യാവശ്യം വെള്ളമൊക്കെ ചെറിയ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഇപ്പം കണ്ട ഒരു രൂപമേ അല്ല, ശരിക്കും മുഖമേ മാറും. ആ പാലം പോലും കാണാൻ പറ്റില്ല, അത്ര നല്ല രീതിക്ക് വെള്ളം ചാടുന്നൊരു സ്പോട്ടാണ് കേട്ടോ ഇത്. ഇവിടെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ചെറിയ വെയിലുണ്ടെങ്കിൽ പോലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. എൻ്റെ പൊന്നെ, നോക്കി ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം, പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അത് കാണാൻ. വളരെ ചെറിയ വെള്ളച്ചാട്ടമാണ്, പക്ഷെ അത് കാണാൻ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഈ മരങ്ങൾ, ഈ ചോലകൾ നിറച്ച് ഇത് കാരണം നമുക്ക് അങ്ങനെ വലിയ വെയിലടിക്കത്തില്ല. അത്യാവശ്യം വെയിലുണ്ടെങ്കിൽ പോലും വലിയ വെയിൽ നമുക്ക് കൊള്ളില്ല, കാരണം ചുറ്റും മരങ്ങളല്ല. അയ്യോ സീനാണല്ലോ, സീൻ കണ്ടോ. ഇതാണ് പ്രശ്നം. വലിയൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കട്ടിങ്ങിന് താഴെ ഇറക്കേണ്ട വരും വണ്ടി, കാരണം അത്രയും സ്പേസ് കുറവാണ് ഈ റൂട്ടിൽ. അതുകൊണ്ട് വലിയ സ്പീഡിലൊക്കെ പോയി കഴിഞ്ഞാൽ പണി കിട്ടും. ബസ്സൊക്കെ ഓടുന്ന റൂട്ടാണ് ഇതെന്നുള്ളൊരു ബോധം വെച്ച് വേണം വണ്ടി ഓടിക്കുക, ഇല്ലെങ്കിൽ പണി കിട്ടും. അത്യാവശ്യം സ്പീഡിലൊക്കെ വന്നേറി ഉറപ്പായിട്ടും പണി കിട്ടിയേനെ. വളവിലൊക്കെ നമ്മൾ കൈ കൊടുത്ത് അങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ ബസ്സൊക്കെ ഈ ട്രാൻസ്പോർട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ പണിപ്പാളും, വണ്ടിയിലിട്ട് ചെന്ന് കയറും. എന്താ ഫീൽ, എന്താ പറയുക, രക്ഷയില്ല. നല്ല അടിപൊളി റോഡാട്ടോ, അത്യാവശ്യം നല്ല റോഡും. ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. എന്തായാലും ഇതുവരെ എനിക്ക് തോന്നുന്നു വാഴച്ചാൽ വരെ അത്യാവശ്യം ഇതുപോലെ അത്യാവശ്യം നല്ല റോഡായിരിക്കും തോന്നുന്നു. അത് മതി. റോഡും കൂടി നല്ലതാണെങ്കിൽ നമുക്ക് എന്താ പറയുക, വേറൊരു കണ്ടോ ഫോറസ്റ്റുകാരാണെന്ന് തോന്നുന്നു ഇപ്പോൾ കണ്ടേ. ഇടയ്ക്കിടയ്ക്ക് ഇവിടെ ഫോറസ്റ്റുകാരുണ്ടോ, ആൾക്കാർ നിൽക്കുന്നുണ്ട്. നമ്മളങ്ങനെ വാഴച്ചാലെത്തിട്ടോ. നമ്മളങ്ങനെ നമ്മുടെ വാൽപ്പാറയ്ക്ക് പോകാൻ വേണ്ടിയല്ല, മലക്കപ്പാറ റൂട്ടിലേക്ക് പോകാൻ വേണ്ടിയുള്ള വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് എത്തിയിരിക്കുകയാണ്. വാൽപ്പാറ